ഹായ്, ഇന്ന് ഞാനൊരു മാങ്ങാക്കറിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കാറുള്ളൊരു സ്പെഷ്യൽ മാങ്ങാക്കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ കറിയാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് നാൾ കേടാകാതിരിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് മാങ്ങയുടെ സീസൺ വരുന്നുള്ളൂ, അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ മാങ്ങയാണ് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. തൊലി കളഞ്ഞിട്ടുണ്ട് ഞാനിന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതുപോലെ ഉപ്പും മുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്പി കുറച്ച് സമയം നമ്മൾ എടുത്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. ഈ മാങ്ങയിലേക്ക് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കടുകും ഒരു വലിയൊരു ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉണ്ട്. ഇത് മൂന്നും കൂടെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിനത് പേസ്റ്റാക്കി എടുത്തതാണ്. ഇനി ഈ അരപ്പ് നമ്മൾ ഈ മാങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം. കാരണം ഈ കടുക് അരച്ചത് നമ്മൾ ഈ മാങ്ങയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴും അതിൻ്റെ മാങ്ങക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഉമ്മയാണ് ഇതുപോലെ ആ മസാല ഇതിലേക്ക് മാങ്ങയിലേക്ക് ഇട്ട് തരുന്നത്. ഉമ്മയുടെ ഒരു അടുത്ത് വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഉമ്മയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മാങ്ങക്കറിയാണിത്. അപ്പോൾ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി എപ്പോഴും നമുക്ക് കൂടുതൽ വേണം. പിന്നെ ഈ ഒരു കറിക്ക് അല്പം നല്ല മഞ്ഞ കളറായിരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു 1 കിലോ മാങ്ങ എല്ലാം കൂടെ മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണ് വരുന്നത്. ബാച്ചിലേഴ്സിനായാലും ഇതുപോലെ നാട്ടിൽ പോയി വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കറിയാക്കി കൊണ്ടുവന്നാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതിലേക്ക് നമുക്കൊരു തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ തന്നെ നമ്മൾ എടുക്കണം. തേങ്ങ അരപ്പ് വേണം ഇതിലേക്ക്, കറിയിലേക്ക്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ജീരകം വേണം. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ വേണം. കടുക് വേണം ഒരു 1.5 ടീസ്പൂൺ. പിന്നെ ഉലുവ വേണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഉണക്കമുളക് 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് കറിവേപ്പിലയാണ്. ഇതെല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എടുക്കേണ്ടത്. ഈ ഒരു കറി താളിക്കുമ്പോൾ കടുകും കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും നന്നായിട്ട് കൂടുതൽ ചേർക്കണം നല്ലതാണ്. ഇതിലേക്ക് വേണ്ട തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ നമ്മളൊരു കപ്പ് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പുളി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരക്കുന്നതിന് കൂടെ ഞാൻ കറിവേപ്പിലയും ജീരകവും വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടെ നന്നായിട്ട് അരക്കുക. അരിഞ്ഞു വരുമ്പോൾ തൈരും കൂടെ പാകത്തിന് പുളി നോക്കിയിട്ട് ചേർത്ത് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിനുശേഷം ഈ പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5-10 മിനിറ്റ് എന്തായാലും വഴറ്റിയെടുക്കണം. കാരണം ഇതിൻ്റെ ഈ കടുകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണം. മാങ്ങ ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടാൻ വേണം. അപ്പം അതിന് വേണ്ടി നമുക്കൊരു 10 മിനിറ്റോളം 10-12 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. തീ ഇത്തിരി കൂട്ടി വെച്ചതിന് ശേഷം. മാങ്ങ വിധം വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ റോ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. അത് പോയില്ലെങ്കിൽ പിന്നെ കറിയിൽ ഒരു കടുകിൻ്റെ ഒരു കുത്തുണ്ടാവും. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് മാങ്ങ. ഒരുപാട് വഴന്ന് വരേണ്ട മാങ്ങ, പക്ഷേ ഇതിൻ്റെ ഈ ടേസ്റ്റ്, കടുകിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ഇനിയിപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങയും തൈരും കൂടെ അരച്ച് വെച്ച ഈ ഒരു മിക്സ് കട്ടിയായിട്ട് അരച്ച നല്ല പേസ്റ്റായിട്ട് അരച്ചൊരു മിക്സാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് കട്ടിയായിട്ടിരിക്കുന്ന ഒരു കറി തന്നെയാണിത്. ഒരുപാട് ലൂസായിരിക്കില്ല ഇത്. എന്നാലും ഇതിലേക്ക് ഇപ്പോൾ ഒരല്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നല്ല തിക്കായിട്ടായിരിക്കുന്നത്. ഇത്ര തിക്കായിട്ടിരിക്കേണ്ട, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുളി നമ്മൾ നോക്കണം. മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുക്കുന്നതാണ് നല്ലത് എപ്പോഴും. ഒരുപാട് ലൂസായി വരണ്ട. അപ്പോൾ നല്ല പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എന്തായാലും ഉപ്പ് ആവശ്യമുണ്ടാകും. നമ്മൾ മാങ്ങയിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ, അരപ്പിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ.
അപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം. ഈ കറി അധികം തിളച്ച് വരേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ബോയിൽ ഒരു തള ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യണം. അധികം തിളച്ച് മറിഞ്ഞാൽ ഈ കറി പിരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് തള വന്ന് തുടങ്ങുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കറി ഒന്ന് താളിക്കാൻ വേണ്ടി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് നല്ലത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് കടുക് അല്പം കൂടുതൽ വേണം. 1.5 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. ഒരു 5-6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കമുളകും കറിവേപ്പിലയും കടുകും ഈ കറിയിലേക്ക് കൂടുതലായിട്ട് വേണം. നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ താളിച്ച് ഇടുമ്പോൾ, വറവിടുമ്പോൾ. വേപ്പില നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മൊരിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കുള്ളത് വേപ്പിലയും നോക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കറിയുടെ മേലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടി, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ മേലെ ഇടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.